RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബ്രസീൽ വിസസ് ജപ്പാൻ മത്സരത്തെ കുറിച്ചാണ്. സൗഹൃദ മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ബ്രസീൽ പൊട്ടി പാപ്രസൂട്ടായി എന്നറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ബ്രസീല് ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന് മുന്നേറിന് ശേഷം സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ വഴങ്ങിയിട്ടാണ്. അതും മാൻ മെയ്ഡ് മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ടാണ് ബ്രസീല് ഇങ്ങനെ 3-2 ജപ്പാനോട് പരാജയപ്പെടുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്രസീൽ ഫുട്ബോൾ ടീം ജപ്പാനോട് പരാജയപ്പെടുന്നതെന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ കളിയിൽ നമ്മുടെ സൗത്ത് കൊറിയയെ 5-0 പരാജയപ്പെടുത്തിയപ്പോൾ എന്തൊക്കെ ആയിരുന്നു. മഞ്ഞപ്പടയുടെ തിരിച്ചുവരവ്, ബ്രസീലിന്റെ കംബാക്ക്, അതേപോലെ അഞ്ചലോട്ടിയുടെ ബ്രസീല്, അങ്ങനെ പറയാത്തൊന്നുമില്ല. അന്നേ ഞാൻ പറഞ്ഞു ബ്രസീൽ മുട്ടന്റെ ടീമായിട്ട് മുട്ടിയാലേ ബ്രസീലിന്റെ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റും. ഞാൻ റൈഹാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ ടീമുകളായിട്ട് കളിക്കണം. ഇപ്പോ ഏഷ്യയിൽ വന്നിട്ടും അതേപോലെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളായിട്ട് കളിച്ചിട്ടൊന്നും ബ്രസീലിന്റെ വേൾഡ് കപ്പിലേക്കുള്ള ഒരു ക്യാമ്പയിൻ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അതിന് നല്ല ടീമുകൾ ഇപ്പൊ ഇനി കളിക്കാൻ പോകുന്നത് നല്ല അടുത്ത ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ നല്ല ടീമുകളായിട്ട് കളിക്കണം. കളിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ പോരായ്മകളൊക്കെ അറിയാൻ പറ്റുള്ളൂ. സൗത്ത് കൊറിയ ആയിട്ട് കളിച്ചില്ല എന്ന് പറയുന്നില്ല, സൗത്ത് കൊറിയ ആയിട്ട് നല്ല രീതിക്ക് കളിച്ചു. പക്ഷെ സൗത്ത് കൊറിയ അതിന് മോശമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെക്കാളും ഇവർ കളിച്ചതിന്റെ എത്രയോ മോശമായിട്ടാണ് സൗത്ത് കൊറിയ കളിച്ചിട്ടുണ്ടായിരുന്നത്. സൗത്ത് കൊറിയന്റെ ശരിക്കുള്ള കളിയൊന്നും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിഫൻസീവ് കളിച്ചു, പിന്നെ കുറെ മിസ്റ്റേക്കുകൾ ഗോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തില് പളിയായിരുന്നു. അതേപോലെ ഇന്നത്തെ കളി ഫസ്റ്റ് ഹാഫ് തുടങ്ങി 20-ാം മിനിറ്റിൽ 1-ാം ഗോള്, 30-ാം മിനിറ്റിൽ 2-ാം ഗോൾ, മാർട്ടിനെല്ലിയുടെ ഗോളിലൂടെ 2 ഗോളില് ബ്രസീൽ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കണം ഫസ്റ്റ് ഹാഫ്. അപ്പൊ നമ്മൾ വിചാരിച്ചു അടുത്ത സൗത്ത് കൊറിയ വിസസ് ബ്രസീൽ മത്സരം ആവർത്തിക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫിൽ കുറെ ചാൻസുകളൊക്കെ ജപ്പാന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മത്സരം കാണാൻ രസമുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് ഹാഫ് തുടങ്ങി അവിടെ മുതൽ പാളി ബ്രസീലിന്. സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങിയപ്പോൾ തന്നെ ഫാബ്രിയാസോ ബ്രൂണോയുടെ ഒരു വലിയ മിസ്റ്റേക്ക്, പെനാൽറ്റി ബോക്സിനുള്ള ബോള്, ഡിഫൻഡറാണ് ഈ ചങ്ങായി, എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് ഒരു പിടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ബോള് തട്ടിക്കളയണോ അതോ അടുത്ത പ്ലെയർക്ക് പാസ് ചെയ്യണോ, അങ്ങനെ ഡബിൾ മൈൻഡായിട്ട് കാലിൽ ജസ്റ്റ് സ്ലിപ്പായിട്ട് ടച്ച് കൊടുത്തു. അത് നമ്മുടെ ജപ്പാന്റെ അറ്റാക്കർ ബോള് കാലിലാക്കി അടിച്ച് കയറ്റി, ഒന്നും നോക്കിയില്ല. അപ്പൊ തന്നെ ഫസ്റ്റ് ഗോൾ വീണു. പക്ഷെ ഫസ്റ്റ് ഗോൾ വീണപ്പോൾ തന്നെ ജപ്പാൻ ടീം സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാനുള്ള ഒരു ഇതിലേക്ക് നോക്കുകയാണ്, ഒരു കംബാക്ക്, ഒരു സമനില പിടിക്കാനുള്ള ഇതിലേക്ക് നോക്കുകയാണ്. പക്ഷെ ഓരോ 10 മിനിറ്റിലും ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്നു ജപ്പാൻ ടീം. 52-ാം മിനിറ്റിൽ മിനാമിനോന്റെ ആ ഒരു അറ്റാക്ക്, ഒരു പ്രസ്സിങ്ങിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ബ്രൂണോന്റെ കയ്യിൽ നിന്ന് മിനാമിനോ ബോള് കൈക്കലാക്കുകയോ അടിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നു ഗോൾ പോസ്റ്റിന്റെ. അത് കഴിഞ്ഞ് അടുത്ത 10 മിനിറ്റിൽ തന്നെ നാക്കാമൂറയുടെ ഒരു ഗോൾ വരുന്നുണ്ട്, അതും അടിപൊളിയായിരുന്നു ഗോള്. അതിനുശേഷം 71-ാം മിനിറ്റിൽ ഓരോ 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിന്റെ പോസ്റ്റുകളിൽ ഗോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 73-ാം ഉദയയുടെ ആള് ഗോൾ സ്കോർ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് അഞ്ചലോട്ടിയും പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വന്നു. ഹാഫ് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ച ബ്രസീലിനെ സെക്കൻഡ് ഹാഫിൽ തളർത്തിയത് നമ്മുടെ ജപ്പാന്റെ കോച്ച് തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ 54 മിനിറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂബ, നമുക്ക് റയൽ സോസിഡാഡിലാണ് കളിക്കുന്ന ആള്, നമ്മുടെ ലാ ലീഗ് ഫോളോ ചെയ്യുന്നവർക്ക് ചില മനസ്സിലാവാൻ പറ്റും. ബാഴ്സലോണയായിട്ട് റയൽ മഡ്രിഡായിട്ടൊക്കെ കളി വരുന്ന സമയത്ത് വിങ്ങളിൽ നമ്മുടെ ഒരു കുറുകിയൊരു മനുഷ്യനുണ്ട്, ചങ്ങായിയുടെ കൂബ. ഈ ചങ്ങായി നല്ല ഡിഫൻസിനെയൊക്കെ വെട്ടിയിട്ട് അങ്ങനെ ഒരു പോക്കുണ്ട്. നമ്മുടെ മെസ്സിയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു കളിയാണ് ആ ചങ്ങായി കളിക്കുന്നത്. അപ്പൊ നമുക്ക് ലാ ലീഗ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാം, ഈ ചങ്ങായിനെ മാറ്റിയിട്ട് ഇൽട്ടോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത്രയും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പേര് എന്താണ്, ആള് പെനാൽറ്റി ബോക്സ് വരെ പോകുന്നുണ്ട്, അവിടുന്ന് നമ്മുടെ ബ്രസീലിന്റെ ഡിഫൻഡർമാരിൽ തട്ടിയിട്ട് പോവുകയാണ്. അപ്പൊ കുറെ ആള് ടയർഡായി, പെട്ടെന്ന് നല്ല റൺ ചെയ്ത് കളിക്കണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് ആളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു എന്താണ് പെട്ടെന്ന് ഈ ചങ്ങായിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എന്തായാലും 90 മിനിറ്റ് ഒക്കെ കളിക്കുന്ന വിചാരിച്ചൊരു പ്ലെയറാണ്. പക്ഷെ പകരം വന്ന ചങ്ങായിയാണ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈ ഗോളുകളിലേക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് വന്നത്. അപ്പൊ ആ ഒരു 57-ാം മിനിറ്റിൽ ഉണ്ടാക്കിയ 1-2-3 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, ഈ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വന്നപ്പോൾ തന്നെ ജപ്പാന്റെ ഒരു കളി, അതും ഇത്രയും നല്ലൊരു മിസ്റ്റേക്ക് കിട്ടി അത് മുതലെടുത്ത് രണ്ടാമത്തെ ഗോള് അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ ഗോളും ഈ ചങ്ങായിയുടെ കാലിൽ തട്ടിയാണ്, ബ്രൂണോയുടെ കാലിൽ തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാലിൽ തട്ടി പോകുന്ന സമയത്ത് അത് ബ്രൂണോന്റെ സെൽഫ് ഗോൾ അല്ല, കാരണം എന്താ പറഞ്ഞാൽ അത് ബ്രൂണോ കാല് വെച്ചില്ലെങ്കിൽ അത് പോസ്റ്റിലോട്ടാണ് പോകുന്നത്. എന്താ പറഞ്ഞാൽ നമ്മുടെ ഗോൾ കീപ്പറായിട്ട് സൂസ ചങ്ങായി, പുതിയ ഗോൾ കീപ്പറായിട്ട് ബ്രസീലിൽ വന്ന ഈ ചങ്ങായിയുടെ ഒരു പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കളിയുടെ ഒരു ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ പൊസിഷനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ചെറിയ പയ്യൻ നിന്നിട്ട് എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നത്. അതേപോലെ ആ 3-ാമത്തെ ഗോള് ഹെഡർ ചെയ്ത് വന്ന സാധനം, നമ്മുടെ ഹെഡ് ചെയ്ത് വന്ന സാധനം ചെസ്റ്റിലോട്ട് നേരെ വന്നിട്ടുണ്ട്. ഈ ചെസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഈ ചങ്ങായി തട്ടിയിട്ട് അങ്ങനെ പോസ്റ്റിനുള്ളിലേക്ക് തന്നെ ഇടുക ചെയ്യുന്നത്. അത് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ കൂടെ പറ്റില്ല. അത്രയും എനിക്ക് തോന്നുന്നു
ബ്രസീലിന് ഗോൾ കീപ്പർമാർക്ക് പഞ്ഞൊന്നുമില്ല, പക്ഷേ അഞ്ചലോട്ടിയുടെ പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ജപ്പാനെതിരെ ആകുമ്പോൾ കുറച്ച് നോക്കേണ്ടി വന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 8 പ്ലെയേഴ്സിനെ മാറ്റിയിട്ടാണ് ബ്രസീൽ 11 ഉണ്ടായിരുന്നത്. അത് അഞ്ചലോട്ടി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസ് മീറ്റിൽ, നമ്മുടെ ഈ കളിക്ക് മുന്നോടിയുള്ള പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കളിക്ക് നമ്മൾ കുറെ പരീക്ഷണങ്ങൾ 8 നമുക്ക് സൗത്ത് കൊറിയക്കെതിരെ ഇറങ്ങിയതിൽ നിന്ന് 8 പ്ലേയേഴ്സിനെ മാറ്റിയിട്ടാണ് അവർ ഇറങ്ങിയത്. വിനിയും അങ്ങനെ 2-3 താരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ വിനീനെയൊക്കെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 8-ാം മിനിറ്റ് ആകുമ്പോഴേക്കും 2-3 സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ബ്രസീലിന് തിരിച്ചടിക്കാൻ ഗോള്, അതിനുവേണ്ടി കുറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ വന്നു. എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കളിയുടെ തോൽവിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അഞ്ചലോട്ടിക്ക് തന്നെയാണ്. അഞ്ചലോട്ടി ഒരു 8 പ്ലെയേഴ്സിനെയൊക്കെ ഒരു 11 സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മാറ്റുമ്പോൾ, ഇതുവരെ അഞ്ചലോട്ടി വന്ന ശേഷം ഞാൻ ബ്രസീലിന്റെ ഒരു ഡിഫൻസിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അവർ കട്ടയ്ക്ക് നല്ല ഡിഫൻസ് ആണ്. കുറച്ച് ഗോളുകൾ എന്തോ വഴങ്ങിയിട്ടുള്ളൂ, 1-2 ഗോളൊക്കെ വഴങ്ങിയിട്ടുള്ളൂ. ഇതുവരെയുള്ള യോഗ്യതാ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഗോളുകൾ കുറച്ചാണ്. അഞ്ചലോട്ടി വന്ന ശേഷം 1-2 ഗോളോ വഴങ്ങിയിട്ടുള്ളൂ. ബാക്കി അടിക്കാൻ മടിയാണെങ്കിലും ഗോളുകൾ ഡിഫെൻഡ് ചെയ്യാനും ബ്രസീലിന് മടിയുണ്ടായിരുന്നു. അപ്പൊ ബ്രസീലിന്റെ ഡിഫൻസ് സെറ്റാന്ന് വെച്ചു. പക്ഷെ ഇന്ന് മാൻ ബൈ മാൻ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഡിഫൻഡറുടെ ഗോൾ കീപ്പറുടെ ഒക്കെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ഗോൾ വന്നത്. അപ്പൊ പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു തെറ്റുപറ്റി, ഒരു ഡിഫൻഡർക്ക് ഒരു പിഴവ് പറ്റി, ഗോൾ കീപ്പർക്കും ഡിഫൻഡർമാർക്കൊക്കെ പിഴവ് പറ്റാറുണ്ട്. അപ്പൊ ഈ തെറ്റ് പറ്റിയെന്ന് ഒന്ന് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റൻ എന്ന ഒരു സാധനം അവിടെ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ അപ്പൊ മിസ് ചെയ്ത് ശരിക്കും സിൽവനെയും മാർക്കിനസിനെയൊക്കെയാണ്. ഇവരാണെങ്കിൽ അതിനെ പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽ ആ ഒരു മിസ്റ്റേക്ക് 51-ാം മിനിറ്റ് തന്ന മിസ്റ്റേക്ക് മുതൽ പിന്നെ ബ്രസീൽ തൊടുന്നതൊക്കെ പഴിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ടീമിന്റെ മൊത്തത്തിലുള്ള ആ ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ മാറി. പിന്നെ എന്താ പറയുക, ഇനി ഒരു ഗോളിന് ലീഡ് ഉണ്ടെന്നൊന്നും നോക്കുന്നില്ല, പക്ഷെ മൊത്തത്തിൽ പാസിങ് കാര്യങ്ങളൊക്കെ മിസ്സിങ് ആവാൻ തുടങ്ങി. പിന്നെ അവർ ജപ്പാന്റെ അറ്റാക്കിങ്, ജപ്പാൻ ഒരു രക്ഷയില്ലാത്ത പ്രസിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ. എങ്ങനെ അവർക്ക് ഒരു സമനില നേടിയേ പറ്റും. പക്ഷെ സമനിലയും കടന്ന് അവർ വിജയം നേടി. ബ്രസീലിനെതിരെ ചരിത്ര വിജയം. 14 മത്സരങ്ങൾ അങ്ങനെ കളിച്ചിട്ട് ഇതുവരെ 2 മത്സരങ്ങൾ എന്തോ സമനിലയാണ്. ആദ്യമായിട്ടാണ് ജപ്പാന് ബ്രസീലിനെതിരെ വിജയിക്കുന്നത്. അതും കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ പുതിയൊരു വേൾഡ് കപ്പിന് തയ്യാറെടുപ്പിന് 2026 വേൾഡ് കപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന നവംബറിലും ഡിസംബറിലൊക്കെ വരുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളിൽ അഞ്ചലോട്ടി പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇമാതിരി 8 പേരെ പ്ലേയേഴ്സിനൊക്കെ മാറ്റിയിട്ടുള്ള പരീക്ഷണങ്ങൾ ബ്രസീലിന് ഇനിയും പിഴവ് സംഭവിക്കാന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 15 ഷോട്ടുകളാണ് ജപ്പാന് ബ്രസീലിനെതിരെ എടുത്തിട്ടുള്ളത്. അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. ബ്രസീലാണെങ്കിൽ 9 ഷോട്ടുകൾ. അതിൽ കൂടുതലും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ തോന്നുന്നുണ്ട്. ഓൺ ടാർഗറ്റിലേക്ക് 4 എണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 32% ബോൾ പൊസിഷനാണ് നമ്മുടെ ജപ്പാൻ ഉണ്ടായിരുന്നത്. 68% ബ്രസീലിന്റെ കയ്യിൽ ബോൾ ഉണ്ടായിരുന്നു. 352 പാസുകൾ ജപ്പാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 754 പാസുകൾ ബ്രസീൽ കംപ്ലീറ്റ് ചെയ്തു. പാസിംഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 84-ഉം 90% ബ്രസീൽ ഉണ്ടായിരുന്നു. 10 ഫൗളുകൾ ജപ്പാൻ കമ്മിറ്റ് ചെയ്തപ്പോൾ 7 ഫൗളുകളാണ് ബ്രസീൽ കമ്മിറ്റ് ചെയ്ത്. 2 യെല്ലോ കാർഡ് ഓരോ ടീമിനും ഓരോ യെല്ലോ കാർഡ് ഇതും കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 3-3 കോർണേഴ്സും ജപ്പാൻ വിൻ ചെയ്തത് 4-ഉം 2 ഇതാണ് നമ്മുടെ ബ്രസീൽ വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ബ്രസീലിന്റെ മിഡ്ഫീൽഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. ബ്രസീലിന്റെ മിഡ്ഫീൽഡ് ഒന്നാമത്തെ ശോചനാവസ്ഥയിലാണ്. അപ്പോൾ ഇതുകൂടെ ഇല്ലാതെ നല്ലൊരു പ്ലേ മേക്കിംഗ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ട് തന്നെ ആവും, അതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന്റെ തോൽവിക്ക് എനിക്ക് തോന്നിയ മെയിനായിട്ടുള്ള ഒരു കാരണം ഒരു ക്യാപ്റ്റന്റെ കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 51-ാം മിനിറ്റിൽ ബ്രൂണോയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ അവർ ഓവർകം ചെയ്യുമായിരുന്നു. അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ടീം തന്നെ അതിൽ പതറിപ്പോയത്. പക്ഷെ ജപ്പാന്റെ കളിയെ നമ്മൾ അത്ര ചെറുതായി കണ്ട അടിപൊളി കളിയായിരുന്നു. ഇവർ വേൾഡ് കപ്പിലും ഒരുപാട് തവണ പല ടീമുകൾക്കെതിരെ വിജയിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.